ഇന്ന് ചാമ്പൽ ബുധനാഴ്ചയാണല്ലോ. തുടർന്നുള്ള ദിവസങ്ങൾ ആത്മതപനത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവിൻ്റെയും ദൈവശക്തി ആർജിക്കുന്നതിൻ്റെയും ദിനങ്ങളായി തീരുവാൻ തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മ ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ രുചിച്ചറിയുവാൻ ഈ നാളുകൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 103-ാം സങ്കീർത്തനം 14-ാം വാക്യം വായിക്കുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് വെറും പൊടിയെന്ന് ഓർക്കുന്നു. നമ്മെ അറിയുന്നു, നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവമാണ്, നമ്മുടെ സ്വഭാവം അറിയുന്ന ദൈവമാണ്. ഇത്രയ്ക്കേ ഉള്ളൂ നാം ഓരോരുത്തരും. നമുക്കാർക്കും ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. ഓരോ സമയത്തിന് അനുസരിച്ച് അവസരവാദികളായി ഓരോ തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ പ്രശോഭിക്കാമെന്ന് നാം കരുതുന്നു. പക്ഷേ അവയൊക്കെയും മിഥ്യാധാരണകളാണ് എന്ന് ദൈവം അറിയുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ഓർക്കുവാൻ ഈ നൊയമ്പിൻ്റെ കാലങ്ങൾ നമുക്ക് സഹായമാകേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആരാണ്? വെറും നിസ്സാര പൊടി എന്ന് ഓർക്കുന്നത് ദൈവം ഓർക്കുന്നു. നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഓരോ തെറ്റുകളും കുറവുകളും അതുകൊണ്ട് ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. കുട്ടികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ചിലർ ശാസിക്കുമ്പോൾ മറ്റു ചിലർ പറയും, ഓ പിള്ളേരല്ലേ, അവരെ അറിവില്ലായ്മയത്, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ തെറ്റുകൾ ദൈവം മുൻപാകെ സാത്താൻ നിരത്തി വയ്ക്കുമ്പോൾ ദൈവം പറയുന്നു, അവർ പൊടിയല്ലേ. അവരുടെ പാപങ്ങളൊക്കെയും മോചിക്കുവാൻ മനസ്സും കഴിവുമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ പാപങ്ങളൊക്കെയും മോചിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നാം ജീവനുള്ള ഒരു ദേശത്ത് നമ്മുടെ ജീവിതത്തോടെ ഓരോ ദിവസവും ദൈവം ആയുസ് കൂട്ടിത്തന്ന് നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. അതേസമയം ദൈവം നമ്മോട് ഇടപെടുന്നത് 103-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ദൈവം നമ്മുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും അത് ഗൗരവമായിട്ട് കാണുകയാണെങ്കിൽ ദൈവം മുൻപാകെ ആർക്ക് നിൽക്കുവാൻ സാധിക്കും? ദൈവസന്നിധിയിൽ നാം ഒന്നുമല്ല. ദൈവം നമ്മുടെ ബലഹീനതയാണ് കാണുന്നത്. ബലഹീനനായ മനുഷ്യനെ ശക്തിയുള്ളവനാക്കി തീർക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കുകയാണ്. വെറും പുഴുവായ യാക്കോബിനോട് പറയുന്നത്, നിന്നെ ഞാൻ മെതിവണ്ടിയാക്കി തീർക്കും എന്ന് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ പഠിക്കുകയാണ്. പുഴുവായ യാക്കോബേ, നിന്നെ ശക്തിയേറിയതും മൂർച്ചയേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. വെറും പൊടിയാകുന്ന നമ്മളെ ദൈവം മെനഞ്ഞെടുക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ എത്ര വലിയവയാണ്. ഒരു വിത്ത് ഭൂമിയിൽ നടുമ്പോൾ ആ വിത്തിൻ്റെ തുടർന്നുള്ള വളർച്ചയെക്കുറിച്ച് ഒരു കർഷകൻ എത്രമാത്രം സ്വപ്നം കാണുന്നു. ഒരു മാങ്ങയണ്ടി കുഴിച്ചിടുമ്പോൾ നിറഞ്ഞ് പൂത്തുലഞ്ഞ് കായ്ക്കുന്ന മാവിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഒരു കർഷകൻ ഒരു മാങ്ങയണ്ടി കുഴിച്ചിടുന്നത്. അതുപോലെ ഓരോ ഫലവൃക്ഷവും മനുഷ്യൻ തൻ്റെ കൃഷിയിടത്തിൽ കുഴിച്ചിടുമ്പോൾ ആ വിത്തിനെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ അവൻ കാണുകയാണ്. അതിനുവേണ്ടി വളമിടും,
അതാത് സമയത്ത് വെള്ളം നനച്ചു കൊടുക്കും. അതാത് സമയത്ത് അവൻ ഇതിനെ പരിചരിക്കും. ചുറ്റുമുള്ള കളകളൊക്കെയും പറിച്ചുകളെയും അതിനെ പരിചരിക്കുവാൻ, ഫലവത്താക്കുവാൻ ഒരു കർഷകൻ ചെയ്യുന്നത് പോലെ ദൈവം നമ്മുടെ ബലഹീനതകളെ കണക്കിടാതെ നാം വെറും പൊടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പൊടിയാകുന്ന മനുഷ്യനിൽ നിന്നും ദൈവം വലിയ വലിയ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ നാമം ഈ ഭൂമിയിൽ മഹത്വപ്പെടേണ്ടതിന് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുക. അതിനായി ദൈവം നമുക്ക് വിവിധ കഴിവുകളെ തന്നിരിക്കുന്നു, വിവിധ താലന്തുകളെ തന്നിരിക്കുന്നു. ഈ ചാമ്പൽ ബുദ്ധാഴ്ച നമുക്ക് ഓർക്കുവാനുള്ളത്, നാം വെറും ചാമ്പലാകുന്നു, വെറും പൊടിയാകുന്നു. നമുക്കുള്ളതൊക്കെയും ഭൗതികമായതിനു വേണ്ടി മാത്രമാണ് നാം ഉപയോഗിക്കുന്നത്, നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്ത് മണ്ണിൽ നിന്ന് എടുത്ത മനുഷ്യനെ, വെളിയിൽ നിന്ന് എടുത്ത മനുഷ്യൻ മണ്ണിലേക്ക് ചേരുമ്പോൾ വീണ്ടും പൊടിയായി തീരുക. എന്നാൽ അവൻ്റെ ആത്മാവ് നിത്യതയിൽ ചേരുവാനുള്ളതാകുന്നു. നമ്മുടെ ആത്മാക്കൾ നശിച്ചു പോകാതെ നിത്യതയിൽ ചെന്ന് ചേർന്ന് സ്വർഗീയ ആനന്ദം പ്രാപിക്കുവാൻ, ഈ ഭൂമിയിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ, വരുവാന ലോകത്തിൽ ദൈവത്തോടു കൂടെ നടന്ന് ദൈവസംസർഗം അനുഭവിച്ച് ശക്തമായ ജീവിതം അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം.